ബിഗ് ബോസ് മലയാളം സീസൺ 6 തുടങ്ങിയ അടുത്ത ദിവസം മുതൽ തുടങ്ങിയതാണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള കോംബോ സംബന്ധിച്ചുള്ള പുറം ലോകത്തെ ചർച്ചകൾ. ആ ചർച്ചകൾ ഒടുവിൽ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. അവർ പലപ്പോഴും പലതാണ് പറയുന്നത്. പ്രേക്ഷകർക്ക് യാതൊരു തരത്തിലുള്ള ക്ലാരിറ്റിയും ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. എന്തായാലും വലിയ കൺഫ്യൂഷനിലായിരുന്നു ജാസ്മിനും ഗബ്രിയുമെല്ലാം. ഇപ്പോൾ ആ കൺഫ്യൂഷൻ എല്ലാം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ അകത്ത് കയറി A to Z കാര്യങ്ങൾ, പുറം ലോകം എങ്ങനെയാണ് ഇതിനെ കേട്ടത്, പുറം ലോകം എങ്ങനെയാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് തുറന്നടിച്ചിരിക്കുകയാണ് എല്ലാ വിഷയങ്ങളും ജാസ്മിനോട്. സായി കൃഷ്ണ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: പുറം ലോകം എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഫോറിനേഴ്സിന്റെ പ്രണയം പോലെ തന്നെയാണ് നിങ്ങൾ ബിഗ് ബോസിനുള്ളിൽ കാട്ടിക്കൂട്ടുന്നത്. ഈ രീതിയിലുള്ള വ്യാഖ്യാനമാണ് മലയാളികൾ ഇപ്പോൾ ഇതിന് കൊടുക്കുന്നത്. ജാസ്മിൻ അപ്പോൾ വളരെ വൈകാരികമായിട്ടാണ് പ്രതികരിക്കുന്നത്. അതിന് മാത്രം എന്താണ് ഇവിടെ നിന്ന് ടെലികാസ്റ്റ് ചെയ്യാനുള്ളത്? ഇടയ്ക്ക് എൻ്റെ കൈക്കോ അല്ലെങ്കിൽ നെറ്റിയിലോ ഒരു ഉമ്മ തന്നു എന്നുള്ളത് മാത്രമാണ്. ഇതാണോ ഫോറിനേഴ്സിന്റെ പ്രണയം എന്നുള്ള രീതിയിൽ മലയാളികൾ വ്യാഖ്യാനിക്കുന്നത്? ഇതിന് മാത്രം ഞങ്ങൾ ഇവിടെ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയത്? മാത്രവുമല്ല, ഞാൻ അവിടെ നിന്ന് ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു വ്യക്തിക്കൊരു വാക്ക് കൊടുത്തിട്ടാണ് വന്നത്. ആ വാക്കിനോട് എനിക്ക് ആത്മാർത്ഥതയും നീതിയും പുലർത്തിയേ പറ്റൂ. പക്ഷേ അയാൾ ഇപ്പോഴും ആ രീതിയിൽ തന്നെയാണോ പുറത്ത് എന്നെനിക്ക് ഇപ്പോൾ സംശയമുണ്ട്. എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്ന രീതിയിൽ ജാസ്മിൻ അമ്പരന്ന് സംസാരിക്കുകയാണ്. പിന്നീട് സീക്രട്ട് ഏജന്റ് ആംഗ്യങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അത് കട്ട് ചെയ്യുന്നുണ്ട്. ബീപ്പ് സൗണ്ടാണ് അതിനകത്ത് വരുന്നത്. എന്നാൽ ആ വ്യക്തി ഒരു വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടിട്ടുണ്ട് എന്നുള്ളത് സീക്രട്ട് ഏജന്റ് കൃത്യമായി കൺവേ ചെയ്തിരുന്നു. ഈ പറഞ്ഞതൊക്കെ അഫ്സലിന്റെ കാര്യമാണ്. സത്യത്തിൽ ജാസ്മിൻ ഷോക്കേറ്റതുപോലെ ഇരിക്കുകയാണ്. ഇനി എന്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജാസ്മിന്റെ മുൻപിലുള്ള എല്ലാ സ്റ്റെപ്പുകളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അടിപതറുകയാണ് ജാസ്മിൻ്റെത്. അത് വളരെ ക്ലിയർ ആണ്. സീക്രട്ട് ഏജന്റുമായി സംസാരിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ആ മുഖഭാവവും ആ അമ്പരപ്പും എല്ലാം വിളിച്ചു പറയുകയാണ്. എന്തായാലും സീക്രട്ട് ഏജന്റ് കൃത്യമായി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അയാൾ പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അഫ്സൽ പുറത്തുവിട്ട വോയിസ് ക്ലിപ്പ് അത് നാട്ടിൽ മുഴുവൻ പാട്ടായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മലയാളികളാണ്. മലയാളികളുടെ സംസ്കാരം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ബോധ്യം നിനക്കുണ്ടാകണം. നീ വന്നത് മലയാളികളുടെ ഇടയിൽ നിന്നാണ്. ഇങ്ങനെ ഒരു വാർത്ത പുറം ലോകത്തേക്ക് പോകുമ്പോൾ അത് ഏതെല്ലാം രീതികളിലായിരിക്കും പ്രചരിക്കപ്പെടുക, വ്യാഖ്യാനിക്കപ്പെടുക, ഇതെല്ലാം മനസ്സിലാക്കി വേണ്ടേ കാര്യങ്ങൾ ചെയ്യാൻ? നീ വെറും ഒരു കൊച്ചുകുട്ടിയല്ലല്ലോ എന്ന രീതിയിൽ വളരെ കൃത്യമായിട്ട് സായി ജാസ്മിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജാസ്മിൻ പിന്നെയും ആവർത്തിച്ച് ചോദിക്കുകയാണ്, അദ്ദേഹം വരെ എന്നെ തെറ്റിദ്ധരിക്കുവാൻ തക്കവണ്ണം എന്താണ് ഇവിടുന്ന് ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളത്? അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലല്ലോ. അതിൽ തന്നെ പിടിച്ചാണ് ജാസ്മിൻ വീണ്ടും തൂങ്ങുന്നത്. സായി പറയുന്നു, ജാസ്മിൻ ഇത് 24/7 ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ണിൽ ഉറക്കമുളച്ച ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. അതുകൊണ്ട് തന്നെ നീ മനസ്സിലാക്കണം, പാതിരാത്രിയിൽ നീ കിടക്കുന്ന ഇടത്തേക്ക് വന്ന് നിന്റെ മുകളിലേക്ക് ഒരാൾ മറിഞ്ഞു വീണ് കിടക്കുന്നത് പോലെ വന്നിട്ട് നിന്റെ മുഖത്ത് ഉമ്മ വെച്ചിട്ട് എഴുന്നേറ്റ് പോകുന്നു. അടുത്ത് കിടക്കുന്നയാൾ ഞെട്ടി ഉണരുന്നു. അവർ ഈ റൂമിൽ നിന്നും എഴുന്നേറ്റ് പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുറം ലോകത്തേക്ക് വരുമ്പോൾ എങ്ങനെ വ്യാഖ്യാനിക്കുമെന്നുള്ളതിനെക്കുറിച്ച് നിനക്ക് ബോധമില്ലേ? നീ എന്താണ് ഈ പറയുന്നത് എന്നാണ് വീണ്ടും അയാൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതാണോ ശരിക്കും ഫ്രണ്ട്ഷിപ്പ്? ഇതിനെ ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ മലയാളി പ്രേക്ഷകർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. എന്തായാലും ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന പ്രധാനപ്പെട്ട ഒരു സംശയം, സീക്രട്ട് ഏജന്റ് ആദ്യമായിട്ട് കയറിയുന്നുണ്ട് പറഞ്ഞു ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ജബ്രി കോംബോ അത് അടിപൊളിയാണ്, അവരൊരുമിച്ച് നിൽക്കട്ടെ, അവരൊരുമിച്ച് നിൽക്കുമ്പോഴാണ് സ്ട്രോങ് ആയിരിക്കുന്നത്, ഇത് നല്ലൊരു കോംബോ തന്നെയാണ് എന്നെല്ലാം പറഞ്ഞ് എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവരെ വെള്ള പൂശിയതിനു ശേഷം ഇപ്പുറത്തോട്ട് മാറിയിരുന്നു പേഴ്സണലി അയാൾ മറ്റൊരു ചരിത്രം അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുകയും അവരെ തിരുത്താൻ ശ്രമിക്കുകയും കൂടി ചെയ്യുന്നു. അപ്പോൾ പ്രധാനമായി വരുന്നൊരു സംശയമുണ്ട്, സായി എന്തിനാണ് ശരിക്കും ബിഗ് ബോസിലേക്ക് കയറിയത്? ഇയാൾ ഗെയിം കളിക്കാൻ തന്നെയാണോ കയറിയത്? വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ സൗഹൃദമുള്ളവരാണ്, പല കാര്യങ്ങളിലും വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സായി കൃഷ്ണ ഇവിടെ കാണിച്ച ഈ കാര്യത്തോട് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. എന്തിന് താങ്കൾ ബിഗ് ബോസിനകത്ത് പോയി? ജാസ്മിനെയും ഗബ്രിയെയും വെളുപ്പിക്കുവാൻ വേണ്ടിയാണോ പോയത്, അതോ ഗെയിം കളിക്കാൻ തന്നെയാണോ പോയത്? ഇതിന് ഒരു മറുപടി പ്രേക്ഷകർ നൽകണം. സായിക്കൊപ്പം അകത്തേക്ക് കയറിയ എല്ലാ കണ്ടസ്റ്റൻസും പരസ്യമായി വിളിച്ചു പറഞ്ഞ കാര്യം അവിടെ വെച്ച് സായി
വായി അത് പറയാതെ രഹസ്യമായി ഇവിടെ വന്നിരുന്നു കൊണ്ട് പറയുമ്പോൾ എന്താണ് ഇയാളുടെ ഗെയിം? അതാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ജാസ്മിൻ്റെ അപ്പൻ വിളിച്ചിട്ട് ജാസ്മിനെ പൊരിപ്പിച്ചു എന്നുള്ള കാര്യം ജാസ്മിൻ തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. ഇടയ്ക്ക് ജാസ്മിൻ്റെ അപ്പന് സുഖമില്ല, അതുകൊണ്ട് സംസാരിക്കണം എന്ന് ബിഗ് ബോസ് തന്നെ പറയുന്നു. അങ്ങനെ ജാസ്മിനുമായി ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്തു. ഏകദേശം കഴിഞ്ഞ ദിവസം ജാസ്മിൻ തന്നെ അപ്പൻ വിളിച്ച് പൊരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിരുന്നു. എന്നാൽ ഇത്രമാത്രം അപ്പൻ വെളിപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ലായിരുന്നു. അതെ, അങ്ങനെയൊന്നും അപ്പൻ സംസാരിച്ചിട്ടില്ല എന്നുള്ളത് ജാസ്മിൻ്റെ ഇപ്പോഴത്തെ മുഖഭാവവും മറുപടികളിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. ജാസ്മിൻ്റെ സ്വന്തം വാപ്പ പോലും അവളോട് പറഞ്ഞു കൊടുക്കാത്ത എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ A to Z കാര്യങ്ങൾ സീക്രട്ട് ഏജന്റ് ജാസ്മിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉയരുകയാണ്. പുറത്തുള്ള മുഴുവൻ കാര്യങ്ങളെയും അറിഞ്ഞിട്ട് ഇനിയും കളിക്കാൻ പോകുന്ന ജാസ്മിനെ എത്രത്തോളം പ്രേക്ഷകർക്ക് സപ്പോർട്ട് ചെയ്യുവാൻ കഴിയും? ജാസ്മിൻ ഇനി എന്ത് കളിച്ചാൽ എങ്ങനെ ജനങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും? ഈ സീസണിൽ ഇതുപോലെ കാര്യങ്ങൾ പുറത്തു നടന്നത് മുഴുവനും വ്യക്തമായി മനസ്സിലാക്കി അവിടെ ഗെയിം കളിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഒരു കണ്ടസ്റ്റന്റ് ജാസ്മിൻ അല്ലാതെ ആ വീട്ടിൽ ആരുണ്ട്? ഇന്ന് വൈൽഡ് കാർഡ് എൻട്രിയായി അവിടെ കയറിയ വ്യക്തികളൊക്കെ പുറം ലോകത്തെ പല കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഇത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കൊച്ചു കൊച്ചു വാക്കുകളിൽ ഓരോ ഹിന്റുകൾ ഓരോരുത്തർക്കും കൊടുക്കുകയും അവരവരുടെ ഗെയിമുകൾ അവർ ശ്രദ്ധിക്കുകയും ചെയ്യണം എന്ന് മാത്രമുള്ള സൂചനയാണ് നൽകിയത്. എന്നാൽ തത്ത പറയുന്നത് പോലെ മുഴുവൻ കാര്യവും മുൻപിലിരുന്നു കൊണ്ട് സീക്രട്ട് ഏജന്റ് ജാസ്മിനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു. ജാസ്മിൻ അതെല്ലാം കേട്ടിട്ട് കിളി പോയ രീതിയിൽ നിൽക്കുന്നു. ഇനിയിപ്പോൾ ജാസ്മിൻ്റെ ഗെയിം ഉറപ്പായിട്ടും മാറി മറിയും എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരായ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുവാൻ മറക്കരുതെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. മറ്റൊരു അപ്ഡേഷനുമായിട്ട് വേഗത്തിൽ വീണ്ടും കാണാം.